ഭക്തിസാന്ദ്രമായി അമൃതപുരിയിൽ ഗുരുപൂർണിമ ദിന ആഘോഷങ്ങൾ നടന്നു. അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിലായിരുന്നു മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചത്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അമൃതപുരിയിലെത്തിയത്. ോളം സന്യാസിനിമാരുടെയും ബ്രഹ്മചാരിണിമാരുടെയും കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തോടെയും ഗുരുഹോമത്തോടെയുമാണ് അമൃതപുരിയിലെ ഗുരുപൂർണിമ ആഘോഷങ്ങൾ ആരംഭിച്ചത്. അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിലെ പ്രാർത്ഥനാ ഹാളിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്കും കൈപിടിച്ച് നയിക്കുന്ന ഗുരുവിനോട് ശിഷ്യനുള്ള കടപ്പാട് ഒരിക്കലും തീരുന്നതല്ല. സമർപ്പിതമായ ശിഷ്യ മനസ്സിലാണ് ഗുരുപൂർണിമ പ്രകാശിക്കുന്നതെന്നും എല്ലാ മക്കളിലും അമ്മ ഗുരുവിനെ കാണുന്നുണ്ടെന്നും ഗുരുപൂർണിമ ദിന സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. മാനസികവും ശാരീരികവുമായ ഉണർവിനായി ധ്യാനം പരിശീലിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ അമ്മ അമൃതപുരിയിൽ ഒത്തുകൂടിയവരെ ധ്യാനം പരിശീലിപ്പിച്ചു. ആത്മീയതയിൽ അലിഞ്ഞുചേരുന്ന അമ്മയുടെ ഭജന അമൃതപുരിയെ ആനന്ദ നിർവൃതിയിൽ എത്തിച്ചു. ഒരു സദ്ഗുരുവിനെ വെറും വിശകലനങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയില്ലെന്നും ഗുരുവിനെക്കുറിച്ച് അടിസ്ഥാനപരമായ ധാരണയെങ്കിലും നേടുന്നതിന് ആഴത്തിലുള്ള നിരീക്ഷണവും ധ്യാനവും ആവശ്യമാണെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. നമ്മൾ ഗുരുവുമായി ഇണങ്ങിച്ചേരുമ്പോഴാണ് നമ്മുടെ ഹൃദയം അമ്മയുടെ ഓരോ ചലനത്തെയും മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Essence of spirituality, the Sadguru, cannot be understood through mere thinking. To gain at least a basic understanding of them, one needs deep observation and meditation. And then, when you attune yourself with the Guru, with the Guru's being, then your heart decodes every single movement of Amma. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ അമൃത ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ലോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഭാരതീയ നിയമവിജ്ഞാനീയം എന്ന പുസ്തകം അമ്മ പ്രകാശനം ചെയ്തു. തുടർന്ന് നൂറുകണക്കിന് സംഗീതജ്ഞരും വാദ്യകലാകാരന്മാരും അണിനിരന്ന നാദോപാസനയും കലാപരിപാടികളും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം.